അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കടുകും അതേപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ. ഈ ഒരു സമയം 10-15 ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ വേണ്ടിയിട്ട് നമുക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചതച്ചാണെങ്കിലും പേസ്റ്റ് ആക്കിയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നോളം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞും പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു പൊടി ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പുളിയും നിങ്ങളുടെ ചിലർ വാളംപുളി ചേർക്കാം, ചിലർ തക്കാളിയാണ് ചേർക്കുന്നത്. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നോളം വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ നല്ലതായിട്ട് ഈ ഒരു ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ്, പുളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സിയിൽ കിടന്ന് മുങ്ങിക്കിടക്കാനായിട്ടുള്ള രീതിയിലെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അടപ്പ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ്സോളം തേങ്ങയും കൂടെ കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ ഈ ഒരു തേങ്ങയിലൂടെ കിടന്നിട്ട് നമുക്ക് ഈ ഒരു കറീനെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും ഒക്കെ ഇതിൻ്റെ കൂടെ മിക്സായി ഇപ്പോൾ ആ മീനിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തോളൂ.